ഹായ് എവരിവൺ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ പുതിയൊരു ചാനൽ എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, എല്ലാവരും വീഡിയോ കയറി കാണുക. നമ്മൾ ആ സമയം ഉണ്ടാക്കിയ ചാനലിൻ്റെ ലോഗോ പ്രിപ്പയർ ചെയ്ത സമയത്ത് കിട്ടിയ ഒരു ടിപ്പാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി നമ്മുടെ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഇൻഷോട്ട് ആപ്ലിക്കേഷനാണ്. ഇൻഷോട്ട് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഇവിടെ ഇനി നമുക്ക് വേണ്ടത് വീഡിയോ ആണ് കേട്ടോ, വീഡിയോ. അതല്ല, നിങ്ങൾക്ക് ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അതായത് കോപ്പിറൈറ്റഡ് അല്ലാത്ത, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് കോപ്പിറൈറ്റ് ഫ്രീ ഫോട്ടോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അട്രാക്റ്റീവായിട്ട് എങ്ങനെ ഒരു ലോഗോ നമുക്ക് ഉണ്ടാക്കാം, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലോഗോ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ന്യൂ കൊടുക്കുമ്പോൾ എന്താ ഇവിടെ ബ്ലാങ്ക് എന്നൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് വീഡിയോ ആട്ടോ. ഈ വീഡിയോയിലാണ് നമ്മളിനി നമ്മുടെ സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ടെക്സ്റ്റാണ്. അപ്പോൾ ഞാൻ ഇൻഫോക്രസ്റ്റിൻ്റെ തന്നെ ഒരു സിമ്പിൾ ലോഗോ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. അതിന് ഞാനിവിടെ ഇൻഫോക്രസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഇൻഫോക്രസ്റ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്മൈലി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ മേളിലോ താഴെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്മൈലി വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് അവൈലബിൾ ആണ്. കളർ മാറ്റണമെങ്കിൽ മാറ്റാം, മാറ്റണ്ടെങ്കിൽ ഇത് തന്നെ കൊടുത്താൽ മതി. എന്താ കണ്ടോ, ഇതുപോലുള്ള നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് ബോക്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബോക്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇൻഫോക്രസ്റ്റ് എന്നുള്ള നമ്മുടെ ഇതിവിടെ ടൈപ്പായി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സൈസ് മതിയെങ്കിൽ മതിയാകും. ഇനി വേറൊരു ടെക്സ്റ്റ് നമ്മൾ എടുക്കുവാണ്. എന്താണ് ഇൻഫോക്രസ്റ്റ് ചാനലിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ അതിൽ തൽക്കാലം യൂട്യൂബ് ടിപ്സ് എന്ന് ഞാൻ കൊടുക്കുവാണ്. യൂട്യൂബ് ടിപ്സ്, ഒരു സ്മൈലിയും കൂടെ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇവിടെ നമ്മൾ ഈ സ്മൈലിയും കൂടി കൊടുക്കുകയാണ്. എന്നിട്ട് ആൻഡ് കൊടുക്കുക. ആൻഡ് കൊടുത്തിട്ട് ഞാൻ താഴെ ടെക്നിക്സ് എന്നും കൂടെ കൊടുക്കുവാണ്. ടെക്നിക്സ് എന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും സ്മൈലി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിനി ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം ഇതിൻ്റെ ടെക്സ്റ്റ് ബോക്സൊക്കെ മാറ്റി കൊടുക്കുക. കാര്യം നമ്മുടെ ലോഗോയുടെ അതേ ടെക്സ്റ്റ് ബോക്സ് തന്നെ ഇവിടെയും ആഡ് ചെയ്യാൻ പാടില്ല. മാക്സിമം ഇതുപോലുള്ള കോട്ടിങ്സിനൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഇല്ലാണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഞാൻ ഇവിടെ ഇതിൻ്റെ ഫോണ്ടും കൂടി ഒന്ന് മാറ്റി കൊടുക്കുവാണ്. ഫോണ്ടും കൂടി മാറ്റി ഇവിടെ ജസ്റ്റിഫൈയിൽ വന്നിട്ട് കുറച്ചും കൂടി ഒന്ന് അടുപ്പിച്ച് കൊടുക്കുവാണ്. ഓക്കെ, ഒന്ന് ചെറുതാക്കി കൊടുക്കുവാണ്. ഇതിന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നോക്കുക, സ്യൂട്ടാവുന്നുള്ളതുകൊണ്ട് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് ടിപ്സ് ആൻഡ് ടെക്നിക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ. ഇനി ഒരു കോട്ടിങ്ങും കൂടെ ഞാൻ കൊടുക്കുവാണ്. ലെറ്റ്സ് ഗ്രോ എലോങ്. വെറുതെ ഒരെണ്ണം കൊടുക്കുക കേട്ടോ, ജസ്റ്റ് ഗ്രോ എലോങ് എന്ന് കൊടുക്കുവാണ്. നേരത്തെ കൊടുത്തിരുന്നതിനേക്കാളും കളറും ഇവിടെയും ഞാൻ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. ആ ഫോണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. സ്മൈലിയും കൂടെ ഒന്ന് കൊടുത്തേക്കാം. ഒരു സ്മൈലിയും കൂടെ നമുക്ക് കൊടുത്തിരിക്കാം. ഓക്കെ, ഇനി ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ ഇൻഫോക്രസ്റ്റിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഇതിനകത്തുള്ളതെന്ന്. ഇനി നമുക്ക് വീഡിയോ അല്ലേ ഇതിപ്പം, നമുക്ക് ഇതിനെ സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ നമുക്കിപ്പോൾ വേണ്ടത് ഫോട്ടോയാണ് വേണ്ടത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഗാലറിയിലേക്ക് പോവുക. ആ സ്ക്രീൻഷോട്ട് എടുത്താൽ ഗാലറിയിലേക്ക് പോവുക. ഓപ്പൺ വിത്ത് ഗാലറി എന്ന് തന്നെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻഷോട്ട് കാണാം.
ഈ സ്ക്രീൻഷോട്ടിൽ നിന്നാണ് ഇനി നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ലോഗോ. വീഡിയോ ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വീഡിയോ ആയിട്ട് സേവ് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ക്രോപ്പ് ചെയ്ത ഇമേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നിന്നും കോപ്പി ചെയ്തെടുത്ത ഇമേജാണിത്. ഇതൊരു സിംഗിൾ ഇമേജാണ്. അപ്പോൾ ഈ സാധനം ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ലോഗോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ആരും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് തരത്തില്ല, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുണ്ടെന്നും വരില്ല. ഒരു ഓൾറൗണ്ടർ നിങ്ങളുടെ ചാനൽ എന്താണ് അതിൻ്റെ ഓൾറൗണ്ട് വ്യൂ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിക്ചേഴ്സൊക്കെ വെച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ഇൻഷോട്ടിൽ തന്നെ പിക്ചേഴ്സ് ചെയ്യണം എന്നുള്ളവർക്ക് ഇൻഷോട്ടിൽ തന്നെ വീഡിയോയ്ക്ക് പകരം ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ പിക്ചർ വെച്ചിട്ട് ചെയ്യാം. ചെയ്ത് നോക്കിയപ്പോൾ ഒരു എളുപ്പപ്പണിയാണെന്ന് തോന്നി, അങ്ങനെയാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരുമെന്ന് ഒരു പേടിയില്ല. കാരണം നമ്മൾ തന്നെ ചെയ്തെടുത്ത ലോഗോയാണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് അനുസരിച്ച് ചേഞ്ചസ് കൊണ്ടുവരാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പിക്ചർ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, സൈഡിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കാരണം ആ ടെക്സ്റ്റ് കളറും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബ്ലാക്ക് കളറുമായിട്ട് മാച്ച് ചെയ്യുവാണെങ്കിൽ ഒരു ഐ ക്യാച്ചിങ് ലോഗോ തന്നെയാണ് നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. പുതിയ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ലോഗോ നിങ്ങൾക്ക് ഞാനിവിടെ സൈഡിൽ കാണിച്ചു തരാം. അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നതാണ് പുതിയ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ലോഗോ. അപ്പം ഇതെല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൽ അയയ്ക്കുക. ഒപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.